ഒരു എപ്പോഴാണ് ഒരു മനുഷ്യന് യാത്ര ചെയ്യണമെന്ന് തോന്നി തുടങ്ങുന്നത്? അങ്ങനെ നിരീക്ഷിച്ചിട്ടുണ്ടോ? യാത്ര ചെയ്യണമെന്നുള്ള തോന്നൽ മനുഷ്യൻ്റെ ജന്മസിദ്ധമായ ഒരു ആഗ്രഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. യാത്ര ചെയ്യണം. കാരണം നമുക്കറിയാം, മനുഷ്യരാശി ഉത്ഭവിച്ചത് എവിടെയാണെന്ന് പല ചർച്ചകളുമുണ്ട്, പല ഡിബേറ്റുകളുണ്ട്, തർക്കങ്ങളുണ്ട്. പക്ഷേ ഞാൻ എത്യോപ്യയിൽ സന്ദർശിക്കുമ്പോൾ എത്യോപ്യയിലെ അഡിസ് അബാബയിലെ ഒരു മ്യൂസിയം ഉണ്ട്, നാഷണൽ മ്യൂസിയം. ഈ നാഷണൽ മ്യൂസിയത്തിൽ 43 ലക്ഷം വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയുടെ അസ്ഥികൂടം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആ സ്ത്രീയുടെ അസ്ഥികൂടമാണ് ഇന്നുവരെ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ഇന്നുവരെ ലഭിച്ചതിൽ ഏറ്റവും പ്രായമുള്ള മനുഷ്യൻ്റെ അസ്ഥികൂടം എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. അതോടൊപ്പം അവിടെ എഴുതി വച്ചിരിക്കുന്നത്, മനുഷ്യൻ എന്ന ജീവി രൂപം കൊണ്ടത്, മനുഷ്യൻ്റെ ഇന്നത്തെ പേര് മനുഷ്യനെന്ന് വിളിക്കാൻ പ്രാപ്തമായ രീതിയിലേക്ക് ഒരു ജീവി വർഗം രൂപം കൊണ്ടത് ആഫ്രിക്കയുടെ എത്യോപ്യ, എറിത്രിയ ഉൾപ്പെടുന്ന ആ പ്രദേശത്താണെന്നും അവിടെ നിന്ന് സഞ്ചരിച്ചാണ് പല വഴികളിലേക്ക് യൂറോപ്പിൻ്റെ ഭാഗത്തേക്ക്, ഏഷ്യൻ ഭാഗത്തേക്കൊക്കെ സ്പ്രെഡ് ചെയ്തെന്നാണ്. അപ്പോൾ എത്രയോ നൂറ്റാണ്ടുകൾ, ലക്ഷക്കണക്കിന് വർഷം മുമ്പ് മുതൽ തന്നെ മനുഷ്യൻ സഞ്ചാരികൾ തന്നെയായിരുന്നു. നമ്മളിന്ന് ഈ സഞ്ചാരം അല്ലെ ട്രാവൽസ് ഇന്നത്തെ ആധുനികമായ യാത്രകളെക്കുറിച്ചുള്ള ചിന്തകളൊന്നുമില്ലാത്തൊരു കാലത്ത് തന്നെ ചിന്തിച്ച് നോക്കൂ. നമ്മളൊരു ഗ്രാമത്തിൽ ജനിക്കുന്നു. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ആ ഗ്രാമത്തിൻ്റെ പിന്നിലൊരു മലയുണ്ടെങ്കിൽ ആ മലയുടെ താഴ്വാരത്തെ വീട്ടിൽ താമസിക്കുന്ന ഒരു കുട്ടിയുടെ ചിന്ത മുഴുവൻ ആ മലയുടെ മുകളിൽ എന്തായിരിക്കും എന്നുള്ളതാണ്, അല്ലേ? അവന് ധൈര്യമുണ്ടാകുന്ന ഒരു ദിവസം അവൻ ആ മല കയറി തുടങ്ങും. ആ മലയുടെ മുകളിൽ പകുതി ദൂരം ആദ്യം കയറും, പിന്നീട് കുറച്ചുകൂടെ കയറും, പിന്നെ മലയുടെ മുകളിലെത്തി നിന്ന് സ്വന്തം വീടിനെയും ഗ്രാമത്തെ അവന് അത്ഭുതത്തോടെ കാണും. പിന്നെ മലയുടെ മറുവശത്തേക്ക് നോക്കും, അവിടെ അകലെ അവനൊരു പുഴ കാണും, അവിടേക്ക് നടക്കും, ആ പുഴയുടെ മറുകര എന്താണെന്ന് അന്വേഷിക്കും, അങ്ങോട്ട് കടക്കാനുള്ള വഴി കണ്ടുപിടിക്കും, ഒരു കടത്ത് കടന്ന് അപ്പുറം പോവും. ഇങ്ങനെ അറിയാനുള്ള ആഗ്രഹത്തിൽ നിന്നാണ് സഞ്ചാരത്തിൻ്റെ ആഗ്രഹം ഉണ്ടാകുന്നത്. അതിനപ്പുറം എന്ത്, അതിൻ്റെ അപ്പുറം എന്ത് എന്നുള്ള ചിന്ത തന്നെയാണ് മനുഷ്യനെ സഞ്ചാരിയാക്കുന്നത്. അതെല്ലാവരിലും ഉണ്ട്, യാത്ര ചെയ്യാത്ത ആളുകളിലുണ്ട്. യാത്ര ചെയ്യാത്ത ആളുകൾക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ഒരു ചെറിയ ഭയം എവിടെയോ ഉള്ളിൽ കിടക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വീട്ടിലെ ചില സുഖങ്ങൾ എങ്ങനെയാണ് വൈകിട്ട് ഒഴിവാക്കുന്നത് എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ. വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ വിളമ്പി വെക്കുന്ന, അത്താഴം കഴിക്കുന്ന, ഭാര്യ മടക്കി വെച്ചിരിക്കുന്ന പുതപ്പുള്ള കട്ടിലേക്ക് പോയി കിടക്കുന്ന, അല്ലെങ്കിൽ ഭാര്യ എടുത്തു തരുന്ന മരുന്ന് കഴിച്ചിട്ട് കിടക്കുന്ന ഒരു മധ്യവയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഇതൊന്നും പോയ രാജ്യത്ത് കിട്ടാനില്ലല്ലോ എന്നുള്ളൊരു ചിന്തയിൽ നിന്ന്, അല്ലെങ്കിൽ എനിക്കാരും മരുന്നെടുത്തു തരും, എൻ്റെ വസ്ത്രം ആരെടുത്തു തരും, ധരിച്ച വസ്ത്രം മടക്കി വെക്കണ്ടേ, സ്ഥിരമായി കഴിക്കുന്ന ഭക്ഷണം എവിടെ നിന്ന് കിട്ടും, ഭക്ഷണം എവിടെ കിട്ടും, അതൊക്കെ രുചിയുണ്ടാവുമോ, ഇങ്ങനെയൊക്കെയുള്ള ആശങ്കകൾ മാത്രമാണ് എനിക്ക് തോന്നുന്നത് ബഹുഭൂരിപക്ഷം ആളുകളെയും യാത്ര ചെയ്യാൻ തടസ്സം നിൽക്കുന്നത്. അല്ല